അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജിത്തിന് ജോലി കിട്ടിയിട്ടുണ്ട്. ഇന്നലെയാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത്. അപ്പോൾ നമ്മൾ ഇന്നെല്ലാവരും കൂടെ വിജിത്തിനെ കൊണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനത്തെ ജോലിക്ക് ആദ്യമായിട്ട് പ്രവേശിക്കാൻ പോകുന്ന വിജിത്ത് സാർ എത്തിയിരിക്കുകയാണ്. പോവാം, ഓക്കെ. വണ്ടി എടുത്തോ. അവന് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് അവൻ്റെ വണ്ടിയിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ സ്മാർട്ടിൻ്റെ ടീം മാനേജറും വണ്ടിയിലാണ്. രണ്ടാമത്തെ ഹെൽമെറ്റ് ഉണ്ടാടേ? ഇല്ല, അതായത് നമ്മളെ കാറിൽ തന്നെ കൊണ്ടുപോകും. ഓക്കെ, മാനേജർ സുബിനും കൂടെ ബൈക്കിൽ വന്നോളൂ. ഓക്കെ, വിജിത് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ വേണമെന്ന് പിള്ളേർ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ചെയ്തു കൊടുക്കാൻ പറ്റൂലേ? താങ്കൾ എത്ര റാങ്ക് ലിസ്റ്റുകളുണ്ട്, താങ്കൾ എത്ര കാലം പഠിച്ചെന്നൊക്കെ ഇടുക. അതെനിക്ക് തന്നെ. താങ്ക് യു. ഓക്കെ, എക്സ്പീരിയൻസ് വീഡിയോ സമാധാനിച്ച് പിന്നെ പറഞ്ഞത് പിള്ളേർക്ക് മോട്ടിവേഷൻ ആവോ? മോട്ടിവേഷൻ ആവാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യാതെ. ഓക്കെ, ശരി. ഷാനു സാർ, നമ്മൾ വിജിത്ത് സാറിനെ ജോലിക്ക് ജോയിൻ ചെയ്യിക്കാൻ കൊണ്ടുപോവുകയാണ്. അപ്പം അവിടെ വെച്ച് കാണാം. നമ്മളിപ്പോൾ ഈ ചെന്ന് കയറാൻ പോണ റോഡാണ് പൊന്മുടി ഹൈവേ. നമ്മൾ പൊന്മുടി കേട്ടിട്ടില്ലേ പിള്ളേർ? പൊന്മുടി ടൂറിസം കേന്ദ്രം, അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, അപ്പോൾ ഈ റോഡ് നമുക്കിനി റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പൊന്മുടിയായി, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നെടുമങ്ങാടായി. നെടുമങ്ങാട് PWD ഓഫീസിലാണ് വിജിത്തിനെ പോസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. പൊന്മുടിയിലൊക്കെ പോയാലേ നമുക്ക്? അതിനുള്ള സമയമില്ല. ഓക്കെ, അപ്പോൾ പാർട്ടി നമുക്ക് പൊന്മുടിയിൽ വെച്ചാക്കാം. നിങ്ങൾ ഈ ISRO എന്ന് കേട്ടിട്ടില്ലേ? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പോൾ ISROയുടെ ഒരു ഓഫീസ് നമ്മുടെ ഇവിടെ വേലിയിലുണ്ട്. വേലിയിൽ തുമ്പയിൽ നമ്മുടെ ഇതുണ്ട്, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ LPSC ഉണ്ട്. LPSC കേട്ടോ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ആ LPSC ഇതാ ഇവിടെയാണ് കേട്ടോ. LPSC ഇവിടെയാണ് കണ്ട, ബോർഡ് കണ്ട. LPSC ഇതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത്, മനസ്സിലായില്ലേ? ഇത് വേണം നമ്മുടെ ISROയുടെ ഒരു വഴിയാണ് ഈ കാണുന്നത്. ഓക്കെ, ബോർഡ് കാണിച്ചു തരാം. ദ്രാവക പ്രേരണ സംവിധാന കേന്ദ്രം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിവിടെയാണ് കേട്ടോ, വലിയ മല തിരുവനന്തപുരം. അങ്ങനെ താൻ പഠിച്ച കുറെ PSC ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന വിജിത്ത് സാറിനെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോ ഈ ചെന്ന് കയറാൻ പോകുന്ന സ്ഥലമാണ് നെടുമങ്ങാട്. നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ സ്ഥലമാണ് നെടുമങ്ങാട്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലാണ് നെടുമങ്ങാട് താലൂക്ക്. ഇവിടെ നിന്ന് ഈ റോഡിൽ നിന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം, മറ്റേ നാണയ മ്യൂസിയം ഉണ്ടല്ലോ, ആ നാണയ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കോയിക്കൽ കൊട്ടാരമൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നെടുമങ്ങാടിന്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഈ നമ്മൾ അങ്ങനെ വിജിത്തിന്റെ ഓഫീസിലേക്ക് എത്താറായി. നെടുമങ്ങാടിന്റെ മധ്യഭാഗത്ത് തന്നെയാണ് വിജിത്തിന്റെ ഓഫീസ്. അപ്പോൾ ഈ കാണുന്നതാണ് നെടുമങ്ങാട് പട്ടണം. ഓക്കെ, നമ്മളൊക്കെ പഠിച്ചും കളിച്ചും വളർന്ന നെടുമങ്ങാട് പട്ടണമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ വിജിത്തിന്റെ ഓഫീസ് എത്താറായിരിക്കുകയാണ്. ഇവിടെ താഴെയല്ലടാ? എടാ ഷാനു, നിന്റെ ചേട്ടൻ ഇവിടെ ഇല്ലേ എഴുതാ? ഷമീർ ചേട്ടൻ? ഇതാണ് ഓഫീസ്. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ വിജിത്തിൻ സാറിന്റെ ഓഫീസ്. വിജിത് സാറിന്റെ ഓഫീസ് എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ വിജിത് സാറിന്റെ ഓഫീസ്. നമ്മൾ വിജിത് സാറിനെ ഒന്ന് അകത്തോട്ട് കൊണ്ടാക്കട്ടെ. ഓക്കെ, രണ്ടുകൂടെ എവിടെ പോയിട്ട് വന്നിരിക്കുന്നത്? അപ്പോൾ ഇതാണ് ഓഫീസ്, നെടുമങ്ങാട് PWD ഓഫീസാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കട്ടെ ഇനി ബാക്കി പരിപാടികൾ. ഓക്കെ, ആകാംക്ഷയോടെ നിൽക്കുന്ന വിജിത്ത് സാറിനെ നിങ്ങൾക്ക് കാണാം. ഇവന്മാർ രണ്ടുപേരും PWD ഓഫീസ് എന്നും പറഞ്ഞുകൊണ്ട് വേറെ ഏതോ ഓഫീസിൽ പോയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടേ ബൈക്കിൽ വന്നവന്മാരാണ്. അതിൽ മാനേജറും പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ PWD ഓഫീസ് കഴിഞ്ഞ പോലെ പോലീസ് സ്റ്റേഷന് വേണ്ടി പോയിരിക്കുന്നത്. അവിടെ PWD ഫ്ലെക്സ് അങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ പോയി. അപ്പം വിജിത് സാർ പോകുന്നു. ഓക്കെ, നമ്മൾ ഈ പിള്ളേരെ കൊണ്ട് സ്കൂളിലാക്കണക്കാണ് കൊച്ചിലെ. ഓക്കെ, ശരി. അപ്പോൾ വിജിത് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരത്തില്ലേ? ഓക്കെ, ശരി. അപ്പം ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമുക്ക് വൈകുന്നേരം സ്മാർട്ടിൽ കാണാം. ഓക്കെ, ശരി. മാനേജർ അവശനാണ്, മാനേജർ നാശത്തിൽ കൊണ്ടാണ്. അവിടെ നോക്ക് മാനേജർ. അവിടെ നമ്മൾ വിജിത്തിന് രണ്ട് ഷർട്ട് വാങ്ങാറുണ്ട്. നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് ജോലി കിട്ടി പോകുന്ന കുട്ടികൾക്ക് നമ്മൾ ഷർട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്.
ഓക്കെ, ഒന്ന് എൻ്റെ വകയായിട്ട് എടുക്കും, ഒന്ന് സ്ഥാപനത്തിൻ്റെ വകയായിട്ട് എടുക്കും. ഓക്കെ, അതിലും സുബിനും ഷാനും കൂടെ ഷർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാനേജർ വല്ലതും നടക്കുമോ? മാനേജർ ഇതെങ്കിലും കൃത്യമായിട്ട് നടക്കുമോ? കൺഫ്യൂഷൻ വരുന്നു. ഓക്കെ, ഷാനു സാർ റെഡിയാവും. അങ്ങനെ നമ്മൾ 2 ഷർട്ടൊക്കെ വാങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ഈ ഷർട്ട് ഇനി സെൻറ്ററിൽ വെച്ചിട്ട് നമ്മുടെ വിജിത്തിന് കൊടുക്കും. ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒന്നല്ല ഒരുപാട് ജോലികൾ കിട്ടും എന്നുള്ള ഉദാഹരണമാണ് വിജിത്ത്. ഓക്കെ, അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, എങ്ങനെ പഠിച്ചു, ഏതൊക്കെ ലിസ്റ്റുകളിലുണ്ട്, എങ്ങനെ നേടിയെന്നൊക്കെ. ഭയങ്കരമായി ഹാർഡ് വർക്കൊന്നും ചെയ്തിട്ടില്ല, സ്മാർട്ട് വർക്കാണ് ചെയ്തത്. ഓക്കെ, ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ല അവ ഇത്രയും ലിസ്റ്റുകളിൽ വന്നതും ജോലി നേടിയതും. ഓക്കെ, ഈ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അവൻ്റെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വരും, നിങ്ങളത് കണ്ടു നോക്കണം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബായ്. ഇനി മാനേജർ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. മാനേജർ അവശനാണ്, മാനേജർക്ക് കഫം, ചുമ എന്നീ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ മാനേജറെ കൊണ്ട് ആശുപത്രി പോകണം. പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തേക്ക് കുറച്ച് കർട്ടൻസ് ഒക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും സെൻറ്ററിലേക്ക് പോകും.